ഹലോ ഗായ്സ്, നമുക്ക് കുറച്ച് പച്ചമാങ്ങയും പിന്നെ കുറച്ച് ജാമ്പയ്ക്കയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ അരിഞ്ഞിറക്കി ഒന്ന് ഉപ്പിലിട്ട് വെച്ചാലോ. ഈ പച്ചമാങ്ങയിൽ കുറച്ച് മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചതിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങ എടുത്ത് അതിൻ്റെ അസ്ഥിവാരം വരെ തോണ്ടിയതാണ് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. മാങ്ങ അരിഞ്ഞരിഞ്ഞ് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നഖവും കൂടെ അരിഞ്ഞെടുക്കാം. കുറച്ചധികം മാങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അരിഞ്ഞരിഞ്ഞ് മടുത്ത് ഞാൻ നഖവും കൂടെ വെച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മാങ്ങ രണ്ടായിട്ട് ഭാഗിച്ചതിന് ശേഷം അതിൻ്റെ പകുതി ഭാഗം ഇതേപോലെ കാന്താരി മുളകിന് ക്ഷാമമായതുകൊണ്ട് തന്നെ പേരിന് വേണ്ടി 2 എനിക്ക് കിട്ടിയുള്ളൂ. അതും ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിലിട്ടതിന് ശേഷം ബാക്കി മാങ്ങ നമ്മൾ ഇതേപോലെ അടിപൊളിയായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. നാക്കിലൂടെ ഇങ്ങനെ കപ്പലോടും. ഇനി ഇതേ സെയിം റിപ്പീറ്റിൽ നമുക്ക് ജാമ്പക്കയും കൂടെ അതിനെ രണ്ടായിട്ടൊന്ന് മുറിക്കേണ്ട ഇങ്ങനെ പിച്ചെടുത്താൽ മതി. അതിനകത്തുള്ള കറുപ്പൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉപ്പും മുളകും കൂടെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കതിനെ ഒരു കുപ്പിയിലോട്ട് അടച്ചു വെക്കാം. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ കണ്ടത്. ഇതിന് ഞങ്ങളുടെ നാട്ടിലെ പറഞ്ഞാണ്ടിതാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ പേരുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് കേട്ട ചിരി വരുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. അതിന് ഒരുപാട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ സാധനം കിട്ടുന്നത് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ മേളിലുള്ള കറുത്ത സാധനം നമ്മൾ ഉണക്കിയതിന് ശേഷം അടുപ്പിലിട്ട് പൊട്ടിച്ചെടുക്കും. തീയിലെ കനലിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് അണ്ടിപ്പരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ സാധനം അന്നും എനിക്കിഷ്ടമല്ല. ഇന്നും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അതിനൊരു വൃത്തികെട്ട കറയുടെ ചെവയായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. ഇനി അത് ഞാൻ എന്തെങ്കിലും അടുപ്പിലിടുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.